ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഒരു കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നത്തെയും പിറ്റേന്നത്തെയും ഒക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തറവാട്ടേക്കുള്ള റോഡാണ് കേട്ടോ. ഇതിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്, നല്ല വൃത്തിയാക്കിയിട്ടോ, കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട്. ആദ്യം കല്ലൊക്കെ ആയിരുന്നല്ലോ. കുറേ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ കല്യാണത്തലേന്ന് നമ്മൾ കട തുറന്നിരുന്നു കേട്ടോ. കടയ്ക്ക് ലീവൊന്നും കൊടുത്തിട്ടില്ല. ശനിയും ഞായറും ഒക്കെയാണ് കല്യാണം നടക്കുന്നത്. ശനിയാഴ്ച തലേ ദിവസം ഞായറാഴ്ച കല്യാണം അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കട അടച്ചിടാൻ പറ്റില്ല കേട്ടോ. അത്ര അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടച്ചിടുക എന്നല്ലാതെ നമ്മളങ്ങനെ ലീവ് ആക്കലില്ല. ശനിയും ഞായറും വേറെ ഏത് ദിവസം ലീവ് ആക്കിയാലും ഈ ഒരു ദിവസങ്ങളിൽ ലീവ് എടുക്കലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടയൊക്കെ അടച്ചതിന് ശേഷമാണ് കല്യാണ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ തൊട്ട താഴെ തന്നെയാണ് കേട്ടോ. ഇവിടേക്ക് വരുന്ന വണ്ടികളൊക്കെ നമ്മളവിടെ ഉമ്മറത്താണ് നിർത്തുക. ഇവിടേക്ക് വണ്ടികൾ ഇറങ്ങും, എന്നാലും ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്താൻ എല്ലാവർക്കും കൂടിയും ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെയാണ് നിർത്തുക. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ നാട്ടിൻപുറത്ത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെയ്യുമ്പോൾ മാത്രമല്ല, വീട്ടിലാണെങ്കിലും ഇങ്ങനെ സ്റ്റേജും മണ്ഡപമൊക്കെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ തലേ ദിവസം നല്ല പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ പാട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണിയേട്ടനാണ് ഇപ്പോൾ പാട്ട് പാടണം. നല്ല അടിപൊളി പാട്ടുകളാണ്. പക്ഷേ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് മ്യൂസിക് ഉണ്ടാവുകൊണ്ടാണ്. അപ്പം അത് എങ്ങനെ യൂട്യൂബ് മാമൻ എടുക്കും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനത് കട്ടാക്കിയതാണ്. അതേപോലെ നമ്മളടുത്തുള്ള മക്കളാണ് ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഡാൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പാട്ടുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നല്ല സ്മാർട്ടാണ് കേട്ടോ കളിക്കാനൊക്കെ. അപ്പോൾ അനുമോളൊക്കെ പ്രായക്കാരാണ്. നമ്മൾ അനുട്ടിക്ക് പറഞ്ഞാൽ കുറച്ച് മടിയാണ് കേട്ടോ കളിക്കേണ്ട കാര്യത്തിലൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് നമ്മളാണ് ശരിക്കും വൈകി ചെന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുക. പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, കടയാണല്ലോ. പിന്നെ അമ്മയും അച്ഛനും ഓരോ മക്കളും എല്ലാവരും നല്ല സജീവമായിട്ട് രാവിലെ തൊട്ട് തന്നെ ഇവിടെ കൂടിയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ ഇന്ന് രാവിലെ ചക്കക്കൂട്ടാൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മേലേക്ക് നമ്മളെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കുള്ളതൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ കടയിൽ നിന്ന് വന്നേക്ക് പാത്രം കഴുകലൊന്നും കഴിഞ്ഞിട്ടില്ല. ഒക്കെ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. എന്താ വെച്ചാൽ നമ്മൾ അടുത്ത വീട്ടിലല്ലേ ഈ ഒരു കല്യാണം നടക്കണത്. അപ്പോൾ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്ത് വേഗം അങ്ങോട്ട് പോകുന്നതാണ് ഞാനും ഏട്ടനും കേട്ടോ. പിന്നെ മക്കളപ്പോൾ അതാക്കണേ നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് കളിക്കുന്നത്. നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ കുട്ടികൾ കാട്ടണ അതേപോലെ തന്നെ ആ കുട്ടി സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കളിയൊക്കെ കാണാൻ. അതേപോലെ തന്നെ പാട്ടും അതിലേറെ ഭംഗിയായിരുന്നു. പക്ഷേ ആ ഒരു വോയിസുകളൊന്നും ഇതിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടേ ഭയങ്കര സങ്കടം കേട്ടോ. ഇതിങ്ങനെ നമ്മളെന്തോ കാണുന്ന പോലെയല്ലേ. ശരിക്കും ആ പാട്ടോട് കൂടി കളി കാണുമ്പോഴാണ് ശരിക്കും അത് കിട്ടുക. അപ്പോൾ ഈ കല്യാണം നടക്കുന്നത് നമ്മളെ തറവാട്ട് വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഓഷ് ചേച്ചീൻ്റെയും കുട്ടേട്ടൻ്റെയും മകളെ കല്യാണമാണ്. അമ്മൂട്ടി എന്ന് വിളിക്കും. അപ്പോൾ ഓള് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പോൾ ഓളെന്നും ശരിക്കും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. ഒക്കെ അവിടെ ഓരോ തിരക്കിലാണ്. അപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. വിട്ടു നിന്നിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞതല്ലേ. അപ്പോൾ അവിടുത്തെ കുട്ടിയാണ് കണ്ണൻ ചോദിച്ചു, നിങ്ങൾ ഫുഡ് കഴിച്ചോ ചേച്ചി ഏട്ടാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വരിയെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അതാക്കണേ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണം. ഓൻ തന്നെ വിളമ്പി തന്നതാണ്. അപ്പോൾ ചോറും കറികളൊക്കെ കണ്ടിട്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമ്മളിവിടെ തലേ ദിവസം പലവകക്കറിയും അതുപോലെ തേങ്ങാച്ചോറ് അല്ലെങ്കിൽ സാദാ ചോറ് ഇതാണ് ഉണ്ടാക്കലുള്ളത്. അപ്പോൾ ഇന്നിവിടെ സാദാ ചോറും പലവകക്കറിയായിരുന്നു കേട്ടോ. എല്ലാവിധ എന്താ പറയുക, പൂള, ചേമ്പ്, ചേന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതിക്ക് കുറച്ച് ചിക്കനൊക്കെ ഇട്ട് കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കറി. പിന്നെ അങ്ങനെ കുറേ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്നിച്ച് അങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ഇവിടെ വെപ്പുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ കാക്ക തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, വിപിനേട്ടനുണ്ട്. അപ്പോൾ മൂപ്പരാണെങ്കിൽ വേറൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഓലോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുകൊണ്ട്, ഞാൻ ഈ ഒരു കച്ചവടത്തിന് ഇറങ്ങുകൊണ്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റുള്ളവരും തന്നെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. യൂട്യൂബിലൂടെ ഒരുപാട് ആൾക്കാർ ഇന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കച്ചവടത്തിന് ഇറങ്ങിയപ്പോൾ അതിലേറെ ആൾക്കാർ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പരിചയക്കാരാണ്.
ഇവിടെ ചെന്നാലും നമ്മൾ കുടുങ്ങൂല കേട്ടോ. അങ്ങനെ എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റണ്ടല്ലോ, അതന്നെ വലിയ സന്തോഷം. അങ്ങനെ ഇതാക്കണേ വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിന്ന് കുറച്ച് നേരമൊക്കെ പാട്ടും കളിയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പിന്നെ അന്ന് രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും 1 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോഴും അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിരുന്നില്ല. അടിപൊളി പരിപാടികളായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ. അതൊന്നും കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കട തുറക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം കടയും തുറക്കണം, കല്യാണം കൂടണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, അത്രയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുകയെന്നല്ലാതെ. അപ്പോൾ ഇതാക്കണേ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കടയ്ക്ക് കൊണ്ടുപോകാനുള്ള പായസവും കരിമ്പും പാനിപ്പൂരി എല്ലാ സംഭവങ്ങളും നമ്മൾ നേരത്തെ എണീറ്റിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറപ്പാടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെക്കൻ വരുന്ന ഒരു സമയത്താണ് കേട്ടോ നമ്മൾ കടയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങണത്. അപ്പോൾ താലികെട്ടിൽ കാണണം എന്തായാലും. അപ്പോൾ നമ്മൾ കടയിൽ പോയി ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് സമയം കണ്ണനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനിങ്. എന്നിട്ട് ഞങ്ങൾ ചോറക്കൊടയിൽ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് കണ്ണനെ അങ്ങോട്ട് വിടണം, അതൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തായാലും അടുത്തല്ലേ. അപ്പോൾ അതാ നമ്മളെ കല്യാണച്ചക്ക നമ്മളെ മുറ്റത്ത് വന്നിട്ട് പോർച്ചിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഓരവിടെ വണ്ടി തിരിക്കണം, അവിടെ ഇടണമൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ വന്നിട്ടാണ് താഴത്തേക്ക് അങ്ങോട്ട് പോണത്. അപ്പോൾ ഓരോക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വേഗത വണ്ടിയിൽ പോന്നിട്ടുണ്ട് സാധനങ്ങളും കൊണ്ട്. ഏട്ടുണ്ടെങ്കിൽ എനിക്ക് സുഖമാണ് കേട്ടോ, കാറിൽ അങ്ങോട്ട് പോന്നാൽ മതി. നേരെ മറിച്ച് ഏട്ടനില്ലെങ്കിൽ നമ്മൾ വണ്ടി വിളിച്ചിട്ട് എന്നൊരു ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലങ്ങനെ പോരലാണ് കേട്ടോ. ഇനിയിപ്പോൾ കരിമ്പ് കഴിഞ്ഞാലും ഓട്ടോയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അങ്ങനെ കൊടുത്തയക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യല്. അപ്പോൾ നമ്മളെ പായസക്കടയ്ക്ക് വരുന്ന വഴിയാണിത്. അപ്പോൾ കണ്ടോൽക്ക് അറിയാം. പിന്നെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബർമാരൊക്കെ നമ്മളെ കടയ്ക്ക് ഇങ്ങനെ വരലുണ്ട് കേട്ടോ. വീഡിയോ കണ്ടിട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരലുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു പൂക്കോട്ടുംപാടം സ്റ്റോറീസ് ഉണ്ട്, ഓൻ നമ്മളെ കടേൻ്റെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. പായസത്തിൻ്റെയും പാനിപ്പൂരിൻ്റെയും ഒക്കെ പരസ്യം ചെയ്തിരുന്നു ഇൻസ്റ്റയിൽ. അങ്ങനെ ഏതായാലും ആ ഒരു വീഡിയോ വൈറലായിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെയും കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മോനോട് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ ആ ഒരു കുട്ടി ഇപ്പോഴും ഇടയ്ക്ക് വരലുണ്ട് കേട്ടോ. ചേച്ചി ഇപ്പോൾ എങ്ങനെയുണ്ട് കച്ചവടം എന്നൊക്കെ ചോദിച്ചാൽ വരലുണ്ട്. അങ്ങനെ ഏതായാലും നമ്മൾ കടയൊക്കെ തുറന്ന് സെറ്റാക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, പെട്ടെന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണേ ഇവിടെ പെണ്ണിറങ്ങിയിട്ടുണ്ട്, താലൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാരി ഉടുപ്പിച്ചതോ മേക്കപ്പ് ചെയ്തതോ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. സാധാരണക്കാരായ ഞങ്ങളെ നാട്ടിൻപുറത്തെ കല്യാണമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക്. നമ്മളെ അനിയൻ്റെ കല്യാണ വീഡിയോ ഇട്ടിട്ട് തന്നെ എത്രങ്ങാനും ആൾക്കാരാണ് കണ്ടിരുന്നത് അറിയുമോ. നമ്മൾ തലേന്നത്തെ വീഡിയോ ഇട്ടിട്ട് വൈറലായി, നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടോ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്, കല്യാണ തലേന്നത്തെ വീഡിയോ. അതേപോലെ തന്നെ പിറ്റേത്തെ വീഡിയോ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് മനസ്സിലായിട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബർമാരെ എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, പക്ഷേ നമ്മളെപ്പോലെ തന്നെയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് മനസ്സിലായിട്ടോ. എല്ലാവരും സാധാരണക്കാരായ മനുഷ്യന്മാർ തന്നെയാണ്, എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യന്മാർ തന്നെയാണെന്നുള്ളത് മനസ്സിലായേ. അപ്പോൾ ഇതാ ചെക്കനും പെണ്ണും അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കേട്ടോ താലി കെട്ടണ. ഇരിക്കാനൊക്കെ ഓരോ പാടുണ്ടാവുമല്ലോ, ആ ഒരു സ്ഥിതിക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്. ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ എല്ലാവർക്കും ശരിക്കും കാണായിരുന്നു, പക്ഷേ ഇതിങ്ങനെയാണ് കേട്ടോ, നടുക്കാണെങ്കിലും കാണായിരുന്നു. ഇതിപ്പോൾ ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടില്ലേ. അങ്ങനെ ഏതായാലും താലികെട്ടലൊക്കെ കഴിഞ്ഞ് അവിടെ മോതിരം മാറലോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ നടക്കേണ്ട കല്യാണത്തിന്. അങ്ങനെയാണല്ലോ മോതിരം മാറലുള്ളവർ അങ്ങനെ ചെയ്യും, മാലട്ട് കൊടുക്കും. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാല ഇടുകയാണ്, ബൊക്കെയൊക്കെ കൈമാറും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. നമ്മളവിടുത്തെ രീതികൾ എങ്ങനെയൊക്കെയാണ് കേട്ടോ, ഓരോ നാട്ടിൽ ഓരോ രീതികളാണ്. ഇതിലേറെ ഒരുപാട് ചടങ്ങുകളുള്ള നാടുകളുണ്ട് കേട്ടോ. നമ്മളിവിടെ കുഞ്ഞു ചടങ്ങുള്ളൂ, ഒരുപാട് വലിയ ചടങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ വലിയൊരു കല്യാണം തന്നെയായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളടുത്തുള്ളവരും എല്ലാവരും നല്ല സഹകരണമാണ് കേട്ടോ. നമ്മളെ നാട്ടുകാരായാലും വീട്ടുകാരാണെങ്കിലും ഒക്കെ നല്ല സഹകരണമാണ്. എല്ലാവരും എന്തൊരു പരിപാടി ഉണ്ടായാലും എല്ലാവരും എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാവും. അതൊക്കെയാണ് നാട്ടിൻപുറത്തൊരു കാര്യം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കണേ അച്ഛൻ മകളെ കൈ പിടിച്ച് ഏൽപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തെല്ലാം പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മളെ മക്കളെ ഒരാളെ ഏൽപ്പിക്കുന്നത്. നമുക്കറിയാത്തൊരു നാട്, വീട്ടുകാർ എല്ലാം ഇനി അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ. അങ്ങനെയാണല്ലേ പെൺകുട്ടികളെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമാണ് കേട്ടോ. എൻ്റെ അനുമോളെയൊക്കെ കുറിച്ച് ഞാൻ ഇപ്പോഴേ ചിന്തിക്കും. ആരും അറിയാത്തൊരു വീട്ടിലേക്ക് നമ്മൾ പെട്ടെന്ന് കയറി ചെന്ന് അവിടെ ഒന്ന് സെറ്റായി കിട്ടണമെങ്കിൽ ചിലർക്ക് നല്ല പണിയായിരിക്കും, ചിലർ പെട്ടെന്ന് തന്നെ സെറ്റാവും. അങ്ങനെയൊക്കെയാണ് ഈ പറയണ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ഒരുപാടൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല.
നമ്മളെപ്പോഴും കയറി ചെല്ലുന്നിടത്ത് അവിടെ ആരൊക്കെയാണോ ഉള്ളത് അതോ നമ്മളെ സ്വന്തക്കാരാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നൂല. അങ്ങനെ ഏതായാലും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആയിരുന്നേ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ വേഗം കടയ്ക്ക് പോയി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്